ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേ എങ്ങനെ ജോലി നേടാമെന്നാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒത്തിരി ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കാണുന്ന TTR ആണെങ്കിലും ശരി, ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് തരുന്നു. അതുപോലെ തന്നെ ലോക്കോ പൈലറ്റ്, ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റും അങ്ങനെ ഒത്തിരി ജീവനക്കാരുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പൊ ഈ റെയിൽവേയിലെ ജോലി കിട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് കിട്ടുക എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിന് സൊല്യൂഷൻ കണ്ടെത്താം കേട്ടോ. അപ്പൊ റെയിൽവേയിൽ ഒത്തിരി തസ്തികകൾ വരാറുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിന് വേക്കൻസീസ് ആണ് പല തസ്തികയിലുമായിട്ട് വരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഒത്തിരി തസ്തിക ഉണ്ട് കേട്ടോ. ഇപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റ്, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം പറയട്ടെ, റെയിൽവേയിൽ എക്സാം നടത്തുന്നത് ആരാണ്? SSC അല്ല, RRB ആണ് റെയിൽവേ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. RRB ആണ് റെയിൽവേയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. RRB എന്ന് പറയുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് RRB. ഈ RRB ആണ് റെയിൽവേയുടെ എക്സാം നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് റെയിൽവേയുടെ എക്സാം നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് റെയിൽവേ ALP എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റെയിൽവേ ALP എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ലോക്കോ പൈലറ്റ്, നമുക്കറിയാം പൈലറ്റ് എന്ന് പറയുമ്പോൾ വിമാനം ഓടിക്കുന്നതാണ്. അപ്പോ തീർച്ചയായും ട്രെയിൻ ഓടിക്കുന്ന ഒരാൾ വേണമല്ലോ. അതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ലോക്കോ പൈലറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ടല്ല, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് നിങ്ങൾ കയറുന്നത്. അപ്പൊ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ തന്നെ എന്താണ് ഇതിന് വേണം? നമ്മുടെ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. ഇത് നോർമലി നമുക്ക് ഗ്രാജുവേറ്റ്സിന് +2കാർക്കൊക്കെ ഉള്ള റെയിൽവേയുടെ എക്സാം ആണ് RRBയുടെ NTPC എന്ന് പറയുന്നത്. ഓക്കെ, NTPC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കാണുന്ന TTR, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, ഇതുപോലുള്ള പോസ്റ്റുകളും, അതുപോലെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാനിരിക്കുന്നവരും, അതുപോലെ തന്നെ ബുക്ക് ഒക്കെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക, ഇതിനൊക്കെ ആൾക്കാർ വേണമല്ലോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് RRB NTPC വിളിക്കുന്നത്. NTPCയിൽ തന്നെ ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി ഉള്ളവർക്കും എന്തായിരുന്നു ഗ്രാജുവേറ്റ്സിന്റെ പോസ്റ്റ് ഉണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് +2 ഉള്ളവർക്കാണ് ഉള്ളത്. അപ്പൊ ഏത് ഗ്രാജുവേഷൻ ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ +2 ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും റെയിൽവേയുടെ NTPC എക്സാം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ റെയിൽവേയുടെ എക്സാം എന്ന് പറയുന്നത് വിളിച്ചിട്ട് കുറച്ച് ഒരു 1 ഇയറിനുള്ളിൽ ജോലി കിട്ടുന്ന ഒരു രീതിയാണ് റെയിൽവേക്ക് ഉള്ളത് കേട്ടോ. ഇനി ഈ RRB NTPC എന്ന് പറയുന്നത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ അതിന്റെ എക്സാം ഉടൻ വരും. നമുക്ക് മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് അതിന്റെ എക്സാം നടക്കും. അതായത് കുറച്ച് മാസത്തിന് മുമ്പാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി ഇന്നലെ വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് RRBയുടെ ഗ്രൂപ്പ് ഡി, റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ആണ്. ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ആർക്ക് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 10th കഴിഞ്ഞവർക്ക്. ഇനി 10th കൂടെ ITI. അപ്പൊ രണ്ട് തരത്തിലുള്ള പോസ്റ്റ് ആണ്. ചിലതിന് എന്തായിരുന്നു ITIയും കൂടി വേണം, ചിലതിന് 10ാം ക്ലാസ് മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്തായിരുന്നു റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് അപേക്ഷിക്കാവുന്നതാണ്. നാളെ മുതൽ RRBയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തായിരുന്നു അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പൊ 10th ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പോൾ ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കാൻ നിങ്ങൾ തുടങ്ങണം. എക്സാം ഒക്കെ ഉടൻ വരും. അപ്പോൾ പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാം, ഇംഗ്ലീഷ് ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതിന്റെ പേരിൽ നമുക്കൊരു ടെൻഷൻ ഒന്നും വേണ്ട, കാരണം ഇംഗ്ലീഷ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ AZBയിൽ ഒരു കോഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഡെയിലി നമുക്ക് ടാർഗറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ്, എത്ര മണിക്കൂറാണ്, നിങ്ങളുടെ സമയം അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇപ്പൊ എത്ര മണിക്കൂർ പഠിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് എന്തായിരുന്നു നമ്മൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്ന രീതിയിൽ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അതുപോലെ മോക്ക് ടെസ്റ്റും മെന്ററിങ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും RRBയുടെ ഗ്രൂപ്പ് ഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് നമുക്ക് താഴെ നമ്മുടെ ആപ്പ് ഉണ്ട്, അതിന്ന് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
സ്റ്റോറിൽ കയറിയിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റോറിൽ കയറിയിട്ട് ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി പർച്ചേസ് ചെയ്യാം. ഇനി എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും JI എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. JI20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉണ്ട്. ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.